ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു ലഡുവാണേ. നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ ലഡു തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. വെറും 10 മിനിറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മാമ്പഴ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത അധികം പുളിയില്ലാത്ത 3 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴം നോക്കി വേണം എടുക്കാനായിട്ട്. മാമ്പഴത്തിൻ്റെ രുചിക്കനുസരിച്ച് ലഡുവിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ തരികളുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി വലിയ തരികൾ ഉള്ള റവയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റവയൊന്ന് വറുത്തെടുക്കണേ. നെയ്യിൽ ആ റവ റോസ്റ്റായി വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി റോസ്റ്റ് ചെയ്ത റവയാണ് എടുക്കുന്നതെങ്കിലും ഒരു 3 മിനിറ്റ് വരെ ഒന്ന് ഇതുപോലെ നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. റവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരഞ്ഞു പോകരുത്. അതിനുശേഷം ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്തിരുന്നാൽ മതി. തേങ്ങയുടെ കളറൊന്നും മാറിപ്പോകരുത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എന്താ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്കോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 250 ml കപ്പിൽ 3 കപ്പ് മാങ്കോ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. പഞ്ചസാര മെൽറ്റായി വരുമ്പം ഇത് നന്നായിട്ടൊന്ന് ലൂസായി വരും. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മാങ്കോയുടെ പൾപ്പ് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുറുകി നന്നായിട്ട് ടൈറ്റായി വരണം. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒന്ന് കുറുകി ഒന്ന് തിക്കായിട്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതേപോലെ നന്നായിട്ട് കുറുകി തിക്കായി പാനിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നന്നായിട്ടും തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ ലഡു കഴിക്കുന്ന സമയത്ത് ഈ പഞ്ചസാര ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അത് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ലഡുവും ഒരേ സൈസിൽ കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലെടുത്താണ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ ലഡുവും ഒരേ സൈസിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉരുട്ടിയെടുത്ത ലഡു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കാണാൻ ഒരു ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മാംഗോ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് മുകളിൽ ഇതേപോലെ നട്ട്സോടെ വെച്ച് കൊടുക്കാവുന്നതാണ്. കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ അതേപോലെ തന്നെ കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. ഇതേപോലത്തെ ലഡു നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഒരു മാംഗോ കോക്കനട്ട് ലഡുവാണിത്. നോക്കി, നല്ല ജ്യൂസി ആയിട്ടുള്ള മാംഗോ കോക്കനട്ട് ലഡുവാണേ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കല്ലേ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.